തിരുവല്ലോമല പാമ്പാടിയിൽ ഗുണ്ടാവിളയാട്ടം. വടിവാളുമായി BLOയ്ക്ക് നേരെ കൊലവിളി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് സംഭവത്തിൻ്റെ തുടക്കം. പാമ്പാടി കള്ളുഷാപ്പിൽ മദ്യപിക്കാനെത്തിയ പാമ്പാടി കൊല്ലായ്ക്കൽ കുളമ്പ് ഉന്നതിയിൽ രാജേഷാണ് വടിവാളുമായി വന്ന BLOയെ കൊല്ലുമെന്ന ഭീഷണി മുഴക്കിയത്. ഒറ്റപ്പാലം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറും ചേലക്കര മണ്ഡലം 142 ബൂത്ത് BLOയുമായ സുരേഷിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ കഴിഞ്ഞ ദിവസം കട്ടവിരിക്കൽ ജോലികൾ നടന്നിരുന്നു. കട്ടവിരിച്ചതിന് മുകളിലൂടെ വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്താണ് രാജേഷിനെ പ്രകോപിപ്പിച്ചത്. വാക്കുതർക്കങ്ങളെ തുടർന്ന് സംഭവസ്ഥലത്ത് നിന്നും പോയ രാജേഷ് കൂടുതൽ ആളുകളും മാരകായുധങ്ങളുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. വിഷയത്തിൽ സുരേഷും അയൽവാസികളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഇൻ്റർലോക്ക് ചെയ്യുകയുണ്ടായി. പണി പൂർത്തിയായത് ഇന്നലെയായിരുന്നു. അപ്പോൾ അത് കേടുവരാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കല്ലെല്ലാം കയറ്റി വെച്ച് വഴി താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തിരുന്നു. അപ്പോൾ കള്ളുഷാപ്പിൽ വരുന്ന ഏറെക്കുറെ പേരും പുറത്ത് വണ്ടി വെച്ചിട്ടാണ് നടന്നു വന്നിരുന്നത്. പക്ഷേ ഒരാൾ അതിന് മുകളിലൂടെ വണ്ടി കയറ്റി വന്നതിന് ഞങ്ങൾ സമീപത്തുള്ള 2-3 പേരും കൂടി ഞങ്ങൾ പോയിട്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അയാൾ വളരെ വളരെ മോശമായ രീതിയിൽ ഞങ്ങളോട് സംസാരിക്കുകയും ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോയത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത്, അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്, നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോയ ആൾ ഞാൻ ഇവിടുത്തെ 142 BLO ആണ്. ഇന്നലെ ഫോം 12D കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് 2-3 വീടുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ അദ്ദേഹം 2-3 ആളെ കൂട്ടി വന്ന് വടിവാളൊക്കെ ആയിട്ട് എന്നെ ശരിയാക്കി തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം വയ്ക്കുകയുണ്ടായി. ഇതിൻ്റെ മുകളിൽ ഒരുപാട് പേര് വരികയും വാർഡ് മെമ്പറൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. അവൻ ഒരു തരത്തിലും അനുനയിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ പോലീസ് വന്നു, സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്നു, പക്ഷേ അവനെ കണ്ടെത്താൻ പറ്റിയില്ല. ഇന്ന് കാലത്ത് ഞങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം വീട്ടിലെ സ്ത്രീകളുമായിട്ട് വളരെ മോശമായ രീതിയിലാണ് അവൻ സംസാരിച്ചതും കയർത്തതും ഭീഷണി മുഴക്കിയിട്ടൊക്കെ പോവുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ 5 വീട്ടുകാരാണുള്ളത്. ഒരു കള്ള് ഷാപ്പും ഉണ്ട്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകാറില്ല. അവർ വരുന്നു, അവരുടെ കാര്യം കഴിയുന്നു, പോകുന്നു. നമ്മൾ യാതൊരു പ്രശ്നത്തിനും നിൽക്കാറില്ല. പക്ഷേ ചില ആളുകൾ നമുക്ക് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടും മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇതൊന്ന് അധികാരികളുടെ മുകളിൽ എത്തിച്ച് വേണ്ടത് ചെയ്യണമെന്നൊരു അപേക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ പറയാനുണ്ട്.